ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരുങ്ങുന്നതിൻ്റെ കൂട്ടത്തിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഒരുങ്ങി വരുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം. അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഇതിൻ്റെ തേച്ച് കഴുകി ഇട്ടിരിക്കുകയാണ് കേട്ടോ. മുടി ഈരി ഇട്ടിരിക്കുകയാണ്, ജടയൊക്കെ കളഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുറച്ച് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ബാക്കിലാണ് ലൈറ്റ്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുങ്ങട്ടെ. വഴിയേ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. വലിയ കാര്യമൊന്നുമില്ല, ചെറിയ ഒരു മേക്കപ്പ് ഐറ്റമാണ്. പിന്നെ വാവ ഇവിടെ നിന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. വാവയെ മാറ്റി നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ വാവയെ വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ലാക്മിയുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. വാവയ്ക്ക് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. ഒന്നും ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഒന്നും പോകാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഉമ്മ ഗെറ്റ് റെഡി വിത്ത് മീൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും ഇടുന്നില്ലേ, കുറച്ച് കഴുത്തിലും കൂടി ഇട്ടേക്കും, ഒരു സ്കിൻ കെയറും കൂടി ആവട്ടെ. അപ്പം നമ്മൾ ക്രീം ഇട്ടു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ, ഡാസ്ലറിൻ്റെ മസ്കാര. ഞാൻ മസ്കാര ഒരു പ്രാവശ്യം യൂസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഒരെണ്ണം വാങ്ങണമല്ലോ എന്ന്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങി. ഞാനിത് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. ഇത് ഞാൻ മേടിക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സാധനം. എന്ന് വെച്ചാൽ ഐലൈനറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് വെച്ചിട്ട് പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഒരുങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പുറത്തോട്ട് പോകുമ്പോഴൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഒരുങ്ങാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാമേ. ഇവിടെ ഒരാൾ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്, ഇണ്ടരുതെന്ന്. കണ്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കണ്ണെഴുതുമ്പോൾ ശരിയായിക്കോളും. ഇതാണ് നമ്മുടെ സാധനം. കുറച്ച് എഴുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഴുതാനായിരുന്നു കേട്ടോ. ഡാസ്ലർ മസ്കാര. ഇതിനകത്ത് കണ്ണെഴുതുന്ന സാധനമുണ്ട് കേട്ടോ. അത് അങ്ങനെയൊക്കെ പൊട്ടിക്കാം. നമുക്ക് കണ്ണെഴുതട്ടെ. നമ്മുടെ പെൻസിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇതും കൂടി വെച്ച് കണ്ണെഴുതാം. എന്തോ എൻ്റെ കൂടെ ഒരാളോട് ഇവിടെ വന്നിരുന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ തുടങ്ങി വേണ്ടി പോയി. നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം. ഒരു കുഞ്ഞ് ചുമന്ന പൊട്ട് ആണ് കേട്ടോ കുത്തുന്നത്. കണ്ണെഴുതിയിട്ട് എങ്ങനെ ഉണ്ട്? വലിയ കരിയൊന്നും ആയില്ലേ, കുഴപ്പമില്ല. ഇനി നമുക്കൊരു കമ്മലിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മലാണ് ഇപ്പം ഞാനിടാൻ പോകുന്നത്. ഒരാളിവിടെ നിന്ന് പൊട്ടൊക്കെ കുത്തുന്നുണ്ട് ക്യാമറയിൽ നോക്കിയിട്ട്. കമ്മലിട്ടു. ഇച്ചിരി വരുന്നു ഗൈസ് ഇവിടെ. ഡോണ്ട് ടച്ച്. കമ്മൽ തീർന്നില്ല, തൊടാതെ വാവേ, അടങ്ങിയില്ലു. അപ്പോൾ എൻ്റെ കമ്മലിട്ടു. ഇനി ചുമ്മാ ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടി ഞാൻ മുടി അയച്ചിട്ട് വേണം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കാം. പിന്നെ വാവേ മാറ്, നമ്മുടെ സിന്ദൂരം ഇട്ട് കൊടുക്കാം. അറിയല്ലോ. ആ മതി.
സൂപ്പറാണോ? സൂപ്പറാണ്. വാവ പറഞ്ഞു കേട്ടോ സൂപ്പറാണെന്ന് അല്ലേ വാവേ? വാവ പൊട്ടിട്ടുണ്ട് തനിയെ. എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? ഇനി എന്തെങ്കിലും ഉണ്ടോ ഒരുങ്ങാൻ?